ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓക്കുൻസ് ലോ ആണ്. ഓക്കുൻസ് ലോ എന്നത് അൺഎംപ്ലോയ്മെന്റും എക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കുൻസ് ലോ ആൻഡ് എംപീരിക്കൽ ഒബ്സർവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഫോർ എവറി 1% ഇൻക്രീസ് ഇൻ ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എ കൺട്രി GDP വിൽ ബി റഫ്ലി an additional 2% lower than its potential GDP. അൺഎംപ്ലോയ്മെന്റ് 1% കൂടിയാൽ GDP എന്നത് 2% വരെ കുറയുന്നു. അതായത് അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ എക്കണോമിയുടെ ഗ്രോത്ത് കുറയുന്നു. സോ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് 1962 അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അർതർ ഒക്കൂൻ ആണ്. സോ ഈ ഒരു തിയറി എംപീരിക്കൽ സ്റ്റഡിയാണ്, തിയറിറ്റിക്കൽ സ്റ്റഡി അല്ല. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ഷോർട്ട് റൺ റിലേഷൻഷിപ്പാണ്. ഒക്കുൻസ് ലോയുടെ പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റുകളാണ് ഡിഫറൻറ്റ് വേർഷൻ ഗ്രോത്ത് റേറ്റ് ഫോമും ഗ്യാപ്പ് വേർഷൻ ലെവൽ ഫോമും. ഗ്രോത്ത് റേറ്റ് ഫോമിൽ അതിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ വൈ ഈക്വൽ ടു കെ മൈനസ് സി ഇൻറ്റു ഡെൽറ്റ യു. ഡെൽറ്റ വൈ എന്നത് GDPയുടെ ഗ്രോത്ത് റേറ്റ് ആണ്. ഡെൽറ്റ യു എന്നത് അൺഎംപ്ലോയ്മെന്റിലുള്ള മാറ്റമാണ്. കെ എന്നത് ഫുൾ എംപ്ലോയ്മെന്റിലെ ഗ്രോത്ത് റേറ്റ് ആണ്. സി എന്നത് കോഎഫിഷ്യന്റ് റേറ്റ് ആണ്. യൂഷ്വലി 2 അല്ലെങ്കിൽ 3 ആയിരിക്കും കോഎഫിഷ്യന്റ് റേറ്റ്. സി എന്നത് 2.5 ആണെങ്കിൽ 1% അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ GDP ഗ്രോത്ത് 2.5 വരെ കുറയുന്നു. അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ കൺസപ്ഷനും ഔട്ട്പുട്ടും കുറയുന്നു. സോ GDP റേറ്റിൽ കുറവുണ്ടാകുന്നു. ഡിഫറൻറ്റ് വേർഷൻ ഗ്രോത്ത് റേറ്റ് ഫോം എന്നത് അൺഎംപ്ലോയ്മെന്റിലെ മാറ്റം GDP ഗ്രോത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ്. അടുത്തതാണ് ഗ്യാപ്പ് വേർഷൻ ലെവൽ ഫോം. y മൈനസ് വൈ സ്റ്റാർ ബൈ വൈ സ്റ്റാർ ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു യു മൈനസ് യു സ്റ്റാർ. y എന്നത് ആക്ച്വൽ ഔട്ട്പുട്ടാണ്, വൈ സ്റ്റാർ എന്നത് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടാണ്. യു എന്നത് ആക്ച്വൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, യു സ്റ്റാർ എന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. സി എന്നത് നമ്മൾ പറഞ്ഞു ഓക്കുൻസ് കോഎഫിഷ്യന്റ് ആണ്. സോ ഇവിടെ യു എന്നത് 7%ഉം യു സ്റ്റാർ എന്നത് 5%ഉം സി എന്നത് 2 ആണെങ്കിൽ പൊട്ടൻഷ്യൽ GDP 40 ലക്ഷം കോടിയായി കണക്കാക്കിയാൽ GDP ക്യാപ്പ് എന്നത് -2 ഇൻറ്റു 7 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -4%. അതായത് 40 ലക്ഷം കോടി നഷ്ടമാണ് GDPയിൽ സംഭവിക്കുക. GDP 4% വരെ കുറവുണ്ടാകുന്നു. സോ ഗ്യാപ്പ് വേർഷൻ എന്നത് ആക്ച്വൽ ഔട്ട്പുട്ടും പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ്, തൊഴിൽ ഡിഫറൻസ് ഉപയോഗിച്ച് കണക്കാക്കുന്നതാണ് ഗ്യാപ്പ് വേർഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിൽ യു മൈനസ് യു ഡാഷ് എന്നത് അൺഎംപ്ലോയ്മെന്റ് ഗ്യാപ്പും വൈ മൈനസ് വൈ ഡാഷ് ബൈ വൈ ഡാഷ് എന്നത് ഔട്ട്പുട്ട് ഗ്യാപ്പുമാണ്. സോ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആയിരിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് ഓക്കുൻസ് ലോയുടെ അസംഷൻസ് ആണ്. ഫസ്റ്റ് അസംഷൻ എന്നത് ലേബർ ഈസ് എ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ബേസിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എംപ്ലോയീസ്. സോ അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം കുറയുന്നതിനാൽ ആകെ ഉൽപാദനം കുറയുന്നു. അടുത്ത അസംഷൻ ആണ് ദർ ഈസ് എ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഔട്ട്പുട്ടിനും എംപ്ലോയ്മെന്റിനും ഇടയിൽ ഒരു സ്ഥിരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു വ്യക്തി ജോലി ചെയ്യുന്നു, ഒരു നിശ്ചിത അളവിൽ ഉൽപാദനം നടത്തുന്നു. അങ്ങനെ തൊഴിലില്ലായ്മ കൂടുമ്പോൾ GDP കുറയുന്നു. അടുത്ത പോയിന്റ് ആണ് കോൺസ്റ്റന്റ് ലേബർ പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിന്റെ ലേബർ പ്രൊഡക്ടിവിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ഓരോ എംപ്ലോയീസും ഓരോ ലെവൽ പ്രൊഡക്ഷന് സംഭാവന ചെയ്യുന്നു. ഫോർത്ത് അസംഷൻ എന്നത് നോ മേജർ ടെക്നോളജിക്കൽ ഷോക്സ്. പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ ഷോക്സ് ഒന്നും സംഭവിക്കുന്നില്ല. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് കുറക്കുന്നു അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു എങ്കിലും ഓക്കുൻസ് ലോ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. സോ ടെക്നോളജിക്കൽ സ്ഥിതി എന്നത് സ്ഥിരമായിട്ടാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒക്കുൻസ് ലോയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു തിയറി എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റും
ഇൻഫ്ലേഷനും അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു തിയറിയാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.